നമസ്കാരം. നിങ്ങൾ എക്സലില് ഡേറ്റിന്റെ ഫോർമാറ്റ് മാറിയിട്ടുള്ള പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ടോ? ചിലത് എന്ത് ചെയ്യും DDMM YY ഫോർമാറ്റ്, അല്ലെങ്കിൽ ചിലത് MMDDY ഫോർമാറ്റ്. എന്നീ ഫോർമാറ്റ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട്. ഒരൊറ്റ സിംഗിൾ ക്ലിക്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഇന്ന് എങ്ങനെയാണ് ആ ഫോർമാറ്റ് മാറ്റുന്നതെന്നാണ് ഇപ്പോൾ പറയാം. ഇവിടെ ഞാൻ രണ്ട് കോളംസ് ഉണ്ട്, സീരിയൽ നമ്പറും ഉണ്ട്, പേയ്മെന്റ് ഡേറ്റും. ഇത് രണ്ടാമത്തെ പേയ്മെന്റ് ഡേറ്റ് മൊത്തം ടെക്സ്റ്റ് ഫോർമാറ്റിലാണ് കിടക്കും. ഈ ടെക്സ്റ്റ് ഫോർമാറ്റിനെ നമുക്ക് ഡേറ്റ് ഫോർമാറ്റിലോട്ട് മാറ്റാം. അപ്പൊ ഈക്വൽ ടു ഡേറ്റ് വാല്യൂ ക്ലിക്ക് ചെയ്യും. ഡേറ്റ് വാല്യൂ ക്ലിക്ക് ചെയ്ത സെല്ല് സെലക്ട് ചെയ്തിരുന്നത് നമുക്ക് ഡേറ്റ് ഫോർമാറ്റിലോട്ട് മാറും. പക്ഷെ ഇതില് 5, 7, 8, 9, 10, 11 ഇത് ഡേറ്റ് ഫോർമാറ്റിലല്ല. അഥവാ നമ്മുടെ ഫോർമാറ്റ് എന്നത് DDMM YY ഫോർമാറ്റ്. ഇവിടെ ഇത് സെൻട്രലിൽ കിടക്കുന്ന 23 എന്നത് ഫസ്റ്റ് കൊണ്ടുവരും. ഫസ്റ്റ് ഉള്ളത് സെൻട്രൽ കൊണ്ടുപോകും, എന്നാൽ അത് കറക്റ്റ് ആവും. അപ്പൊ എങ്ങനെയത് ചെയ്യാന്നുള്ളതാണ്. ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് മിഡ് വാല്യൂ ആണ് കണ്ടെത്തുന്നത്. ഫസ്റ്റ് ഈക്വൽ ടു മിഡ് കോമ, ഇതില് സ്റ്റാർട്ടിംഗ് നമ്പർ എത്ര? 1 2 1 2 3 4 2 ക്യാരക്ടർ 04 ആണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? മിഡ് വാല്യൂ കിട്ടി. ഈ മിഡ് വാല്യൂ ടെക്സ്റ്റ് ഫോർമാറ്റിലൊക്കെ കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ മാറ്റുന്നത് എങ്ങനെ? ഇതിന് ABS ഫസ്റ്റ് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കിട്ടിയാൽ നമ്പർ ഫോർമാറ്റിലേക്ക് മാറും. ഇനി ഗ്രേറ്റർ ദാൻ 12 ആണെന്നുണ്ടെങ്കിൽ, മിഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ 12 ആണ് എന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് വേർതിരിക്കും ഈ കണ്ടീഷൻസ്. ഗ്രേറ്റർ ദാൻ 12 കോമ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ മിഡ് വാല്യൂ തന്നെ കിട്ടണം, അല്ലെ? അപ്പൊ ABS നേരത്തെ ചെയ്ത മിഡ് വാല്യൂ മിഡ് P2 കോമ എത്ര ക്യാരക്ടർ? 4 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. മിഡ് ക്ലോസ് ചെയ്തു. ഇനി കോമ, അല്ലെങ്കിൽ നമുക്ക് വരുന്നത് B2 എന്ന് പറയുന്ന ഡേറ്റ് അതും ക്ലോസ്. ഇവിടെ ABS ക്ലോസ് ചെയ്യാണ്ട് ABS ക്ലോസ് ചെയ്തില്ല, മിഡ് ക്ലോസ് ചെയ്തു, ABS ക്ലോസ് ചെയ്തു. ഇനി കോമ B2, പിന്നെ ഈഫ് ക്ലോസ്. ഇവിടെ എന്തായി? ഇവിടെ എല്ലാ ഡേറ്റും ഇടും, അല്ലെ? 12 കൂടുതൽ അല്ലാത്തതൊക്കെ നമുക്ക് എന്തായി? ആ ഡേറ്റ് തന്നെ B2 തന്നെ ഇവിടെ വന്നു. ഈ 26 എന്നുള്ളത് എന്താ? നമുക്ക് മിഡ് വാല്യൂ ആണ്, അല്ലെ? ഈ 26 എന്നുള്ളത് നമുക്ക് ഡേറ്റ് ഫോർമാറ്റിലോട്ട് മാറ്റും. അപ്പോ ലോജിക്കൽ ടെസ്റ്റർ ഇതാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യും. ഇനി ഇവിടെ ഫസ്റ്റ് മിഡ് വാല്യൂ ഫസ്റ്റ് കൊണ്ടുവരുമ്പോൾ ഓൺ കാറ്റനേറ്റ് ടെക്സ്റ്റ് നമ്പർ നമുക്ക് അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഐഫൺ. പിന്നെ വേണ്ടത് നമുക്ക് വേണ്ടത് ഏറ്റവും ലെഫ്റ്റിലെ സംഖ്യ. അപ്പൊ ലെഫ്റ്റ് ഇൻഡിക്കേഷൻ കൊടുത്തു. B2 2 ക്യാരക്ടർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. വീണ്ടും അടുത്ത ടെക്സ്റ്റ് ഐഫൺ കൊടുക്കുക. നമുക്ക് ലാസ്റ്റ് വേണ്ടത് ഇയർ ആണ്. ഇയർ ഏറ്റവും റൈറ്റില് ഇന്ത്യ കോമ അത് 4 നൽകുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും.
റൈറ്റ് ക്ലോസ് ചെയ്തു. നമ്മൾ എന്താണ് കോൺകാറ്റിനേറ്റ് ക്ലോസ് വാല്യൂ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ ഇത് ഇനിയുടെ ഡ്രാഗ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കാർഡിൽ കൂടെ കണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതിലെന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് കാണുക. താങ്ക് യു ഫോർ ഓൾ.